ടുഡേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബൈബിളിൽ ഒരു വചനമുണ്ട്, വിളക്ക് കത്തിച്ച് പറയൻ കീഴല്ല അത് തണ്ടിന്മേലത്ര വെക്കേണ്ടത്. അങ്ങനെ വെക്കുമ്പോൾ വീട്ടിലുള്ള എല്ലാവർക്കും അത് പ്രകാശം കൊടുക്കുന്നു. നിങ്ങൾ എത്ര പേര് ആ വചനം വായിച്ചിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല. മത്തായിയുടെ സുവിശേഷത്തിൽ കാണപ്പെടുന്നൊരു വചനഭാഗമാണ്. ഇന്ന് ഞാനിത് പറയാൻ കാരണം, ദൈവം തമ്പുരാൻ നിങ്ങളിൽ പല ആളുകളെയും മറഞ്ഞിരുന്ന വെളിച്ചങ്ങളെ കാണപ്പെടുന്ന തലത്തിലേക്ക് കർത്താവ് നിങ്ങളെ ഉയർത്താൻ പോകുകയാണ്. കർത്താവ് നിങ്ങളുടെ വെളിച്ചം മറ്റുള്ളവർ കാണുകയെ, അതായത് നിങ്ങളെ ദൈവം അനുഗ്രഹിച്ചത്, നിങ്ങളിലൂടെയുള്ള ദൈവപ്രവർത്തികൾ മറ്റുള്ളവർ കാണത്തക്ക വിധത്തിൽ ആ വെളിച്ചത്തെ കർത്താവ് ഈ ദിവസങ്ങളിൽ അതിനെ കുറച്ചുകൂടെ ഉയർന്ന തലത്തിലേക്ക്, മറ്റുള്ളവർ കാണുന്ന തലത്തിലേക്ക്, ദൃശ്യമായ തലത്തിലേക്ക് പരിശുദ്ധാത്മാവ് കൊണ്ടുപോകാനായിട്ട് പോവുകയാണ്. എത്ര പേര് ആമേൻ പറഞ്ഞതിനെ സ്വീകരിക്കും? അപ്പോൾ തന്നെ ഇന്നത്തെ നമ്മുടെ ഒരു കോ സ്പോൺസറാണ്. ഒരു സ്പോൺസർ ഉള്ളത് തിരുവനന്തപുരത്ത് ഷീജ കുമാരിയാണ്. താങ്ക് യു സിസ്റ്റർ ഷീജ കുമാരി. കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, തൻ്റെ ബയോപ്സിയിൽ നെഗറ്റീവ് റിസൾട്ട് ലഭിക്കുവാൻ, മകൾ അനീഷ അനിലിന് തലമുറകൾ ലഭിക്കുവാൻ, മകൻ അജീഷിന് ജോലി ലഭിക്കുവാൻ, ഭർത്താവ് രക്ഷിക്കപ്പെടുവാൻ ഞങ്ങളിപ്പോൾ ചേർന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ ശനിയാഴ്ച ഞങ്ങൾ വർക്കരയിലേക്ക് വരികയാണ്. എല്ലാ പ്രിയപ്പെട്ടവരും കടന്നു വരിക. അനുഗ്രഹിക്കപ്പെട്ട രോഗികളായിട്ടുള്ളവർ, പ്രയാസങ്ങളിലൂടെ പോകുന്നവരുണ്ടെങ്കിൽ, മദ്യപാനികളായിട്ടുള്ളവരുണ്ടെങ്കിൽ, മയക്കുമരുന്നിന് അടിമകളായിട്ടുള്ളവരുണ്ടെങ്കിൽ, വീട്ടുകാർക്ക് തലവേദനയായിട്ടുള്ളവരുണ്ടെങ്കിൽ, അങ്ങനെയുള്ള ആരാണെങ്കിലും, അല്ലെങ്കിൽ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നവരാണെങ്കിൽ, നിങ്ങളോടൊപ്പം ഇത്തരത്തിലുള്ള ആളുകളെയും ദയവായി കൂട്ടിക്കൊണ്ടുവരിക. അവരുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് കൊടുക്കാൻ, നിങ്ങളുടെ ജീവകാലത്ത് കൊടുക്കാൻ സാധിക്കുന്ന ഏറ്റവും വലിയ സമ്മാനമായിരിക്കും യേശുവിനെ കൊടുക്കുക എന്നുള്ളത്. ദയവായി അതുകൊണ്ട് അത്തരത്തിലുള്ള ആളുകളുമായി കടന്നു വരുവാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണ്. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. തുടർന്ന് അനുഗ്രഹിക്കപ്പെട്ട സന്ദേശം ഫിലിപ്പിയ ലേഖന പഠന ക്ലാസ്സിലേക്കാണ് നമ്മൾ പോകുന്ന. വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് കടക്കാം. വെൽക്കം ബാക്ക്. ഫിലിപ്പ് ലേഖന പഠനം തുടർന്നോട്ടെ. ആർ യു റെഡി? സ്വന്തം ബൈബിൾ എടുക്കുക, സോഫ്റ്റ് കോപ്പിയോ ഹാർഡ് കോപ്പിയോ എടുക്കുക. ഇതെല്ലാം കുറിച്ച് വെക്കണം. ദിസ് ഈസ് എ വെരി സിസ്റ്റമാറ്റിക് സ്റ്റഡി, വേർഡ് ബൈ വേർഡ്, വേഴ്സ് ബൈ വേഴ്സ്. അപ്പോൾ ഇത് എല്ലാം പഠിച്ചിരുന്നാൽ അടുത്ത പ്രാവശ്യം ഫിലിപ്പ് ലേഖനം വായിക്കുമ്പോൾ എത്ര അനുഗ്രഹമായിരിക്കും. ഞാനിത് പലവട്ടം പഠിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ഇന്നലെയും മിനിഞ്ഞാന്നും നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ഫിലിപ്പ് ലേഖനം 2-ാം അധ്യായത്തിൽ 2 ശിഷ്യന്മാരെക്കുറിച്ച് അദ്ദേഹം എഴുതുന്നുണ്ട്. അതിലൊന്നാമൻ തിമോത്തിയോസാണ്, രണ്ടാമൻ എപ്പഫ്രാദിത്തോസാണ്. തിമോത്തിയോസിനെ കുറിച്ചാണ് ഞാൻ ഈ 2 ദിവസങ്ങൾ സംസാരിച്ചത്. ഇന്ന് എപ്പഫ്രാദിത്തോസിനെ കുറിച്ച് നമ്മൾ നോക്കാൻ പോകുക. 2 ശിഷ്യന്മാരെക്കുറിച്ചാണ് കത്തിൽ താൻ എഴുതുന്നത്. തിമോത്തിയോസിനെ സംബന്ധിച്ചിടത്തോളം പൗലോസിനെ പോലെ തന്നെ ചിന്തിക്കുകയും ജനങ്ങളെ കരുതുകയും ആ ഒരു പാഷനുള്ള, സ്വന്തം കാര്യം നോക്കാതെ യേശുക്രിസ്തുവിൻ്റെ കാര്യം നോക്കുന്ന രീതിയിൽ ജീവിച്ച തുല്യചിത്തനായിരുന്നു. എന്നാൽ ഒത്തിരി പേര് അങ്ങനെ അല്ല എന്നാണ് ഈ പറഞ്ഞു വരുന്നത്. നമുക്കിന്ന് 25 മുതൽ താഴേക്ക് നമുക്കൊന്ന് വായിക്കാം. എന്നാൽ എൻ്റെ സഹോദരനും കൂട്ടുവേലക്കാരനും സഹപഠനും നിങ്ങളുടെ ദൂതനും എൻ്റെ ബുദ്ധിമുട്ടിന് ശുശ്രൂഷിച്ചവനുമായ എപ്പഫ്രോദിത്തോസിനെ നിങ്ങളുടെ അടുക്കൽ അയക്കുന്നത് ആവശ്യമെന്ന് എനിക്ക് തോന്നി. അവൻ നിങ്ങളെല്ലാവരെയും കാണുവാൻ വാഞ്ചിച്ചും താൻ ദീനമായി കിടന്നുവെന്ന് നിങ്ങൾ കേട്ടതുകൊണ്ട് വ്യസനിച്ചുമിരിക്കുന്നു. അവൻ ദീനം പിടിച്ച് മരിപ്പാറായിരുന്നു സത്യം. എങ്കിലും ദൈവം അവനോട് കരുണ ചെയ്തു. അവനോട് മാത്രമല്ല, എനിക്ക് ദുഃഖത്തിന്മേൽ ദുഃഖം വരാതിരിപ്പാൻ എന്നോടും കരുണ ചെയ്തു. ആകയാൽ നിങ്ങൾ അവനെ വീണ്ടും കണ്ട് സന്തോഷിപ്പാനും എനിക്ക് ദുഃഖം കുറവാനും ഞാൻ അവനെ അധികം ജാഗ്രതയോടെ അയച്ചിരിക്കുന്നു. അവനെ കർത്താവിൽ പൂർണ്ണ സന്തോഷത്തോടെ കൈക്കൊള്ളുവിൻ. ഇങ്ങനെയുള്ളവരെ ബഹുമാനിപ്പിൻ. എനിക്ക് വേണ്ടിയുള്ള നിങ്ങളുടെ ശുശ്രൂഷയുടെ കുറവ് തീർപ്പാനല്ലോ അവൻ തൻ്റെ പ്രാണനെ പോലും കരുതാതെ ക്രിസ്തുവിൻ്റെ വേല നിമിത്തം മരണത്തോളം ആയിപ്പോയത്. ഇവിടെ ഇനിയുള്ള ഈ വായിച്ച ഭാഗങ്ങൾ മുഴുവൻ നമ്മൾ കാണുന്നത് 2-ാമത്തെ ശിഷ്യൻ, 1 തിമോത്തിയോസ്, 2
എപ്പഫ്രൊദിത്തോസ് എന്ന് എഴുതിയിരിക്കുന്ന ഈ ശിഷ്യനെ കുറിച്ചാണ്. അപ്പോൾ അവിടെ 25-ാമത്തെ വചനത്തിൽ കാണുന്നത്, ബട്ട് ഐ തിങ്ക് ഇറ്റ് ഈസ് നെസസറി ടു സെൻഡ് ബാക്ക് ടു യു എപ്പഫ്രോഡൈറ്റസ്, മൈ ബ്രദർ, ഫെലോ വർക്കർ ആൻഡ് ഫെലോ സോൾജിയർ, ഹു ഈസ് ഓൾസോ യുവർ മെസ്സഞ്ചർ, whom you sent to take care of my needs. ഈ പറഞ്ഞ സഹോദരൻ ബ്രദർ എപ്പഫ്രൊദിത്തോസ്, ഈ സഹോദരൻ ഫിലിപ്പ്യ സഭയിലെ മെമ്പറാണ്. അദ്ദേഹത്തിനെ അവരാണ് അയച്ചത് ജയിലിൽ കിടക്കുന്ന പൗലോസിൻ്റെ അടുക്കലേക്ക്. അപ്പോൾ അതെഴുതി 26-ാമത്തെ വചനത്തിൽ, ഫോർ ഹി ലോങ്സ് ഫോർ ഓൾ ഓഫ് യു ആൻഡ് ഈസ് ഡിസ്ട്രെസ്ഡ് ബിക്കോസ് യു ഹേർഡ് ഹി വാസ് ഇൽ. ഇതിനിടയ്ക്ക് അദ്ദേഹം ഇവിടെ വന്ന് റോമിൽ വന്ന് തന്നെ കാണുകയല്ല, അവിടെ വെച്ച് കിടപ്പായി, രോഗം പിടിച്ച് ഡൗൺ ആയിപ്പോയി. 27-ൽ, ഇൻഡീഡ് ഹി വാസ് ഇൽ ആൻഡ് ഓൾമോസ്റ്റ് ഡൈഡ്, ബട്ട് ഗോഡ് ഹാഡ് മേഴ്സി ഓൺ ഹിം, ആൻഡ് നോട്ട് ഓൺ ഹിം ഓൺലി ബട്ട് ഓൾസോ ഓൺ മീ, ടു സ്പെയർ മീ സോറോ അപ്പോൺ സോറോ. അങ്ങനെ അദ്ദേഹം രോഗം പിടിച്ചെന്നല്ല, ഓൾമോസ്റ്റ് മരിച്ചു എന്ന അവസ്ഥയിലെത്തി. അപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നത്, ആ കാലത്ത് ഈ റോമൻ ഫീവർ എന്ന് പറഞ്ഞ, റോമൻ പനി എന്ന് പറഞ്ഞൊരു പനി ഇറങ്ങിയിരുന്നു. ഇപ്പോൾ നമ്മൾ ഈ കോവിഡ് എന്നൊക്കെ പറഞ്ഞ പോലെ അങ്ങനെ എന്തോ പിടിപെട്ടു എന്നാണ് പറയപ്പെടുന്നത്. ബൈബിളിലില്ല, അല്ലാതെ എക്സ്ട്രാ ബിബ്ലിക്കൽ സോഴ്സുകളിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത്. എനിവേ അദ്ദേഹം മരണത്തെ മുഖാമുഖം കണ്ടു. എന്നാൽ അദ്ദേഹത്തെ ദൈവം രക്ഷിച്ചു. നിങ്ങൾക്ക് പ്രയാസമാകാതിരിക്കാനും ദുഃഖത്തിന്മേൽ ദുഃഖമായി എനിക്ക് ഭവിക്കാതിരിക്കാനുമായി കർത്താവ് കരുണ ചെയ്തു എന്നാണ് ഈ പറയുന്നത്. 28, therefore I am all the more eager to send him. അതുകൊണ്ട് എങ്ങനെയെങ്കിലും എനിക്ക് നിങ്ങളുടെ അടുക്കിലേക്ക് ഈ സഹോദരനെ അയക്കണമെന്നുണ്ട്. so that when you see him again you may be glad and I may have less anxiety. നിങ്ങൾ അദ്ദേഹത്തെ വീണ്ടും കാണുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര സന്തോഷമാകും, എൻ്റെ ആ ഒരു ആശങ്ക കുറയുകയും ചെയ്യും. വെൽക്കം ഹിം ഇൻ ദ ലോർഡ് വിത്ത് ഗ്രേറ്റ് ജോയ് ആൻഡ് ഓണർ മെൻ ലൈക്ക് ഹിം. അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും സ്വീകരിക്കുക, നന്നായി സ്വീകരിക്കുക. ഇങ്ങനെയുള്ളവരെ ബഹുമാനിച്ചേ പറ്റും. കാരണം സഭയ്ക്ക് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി, കർത്താവിന് വേണ്ടി, ദൈവദാസന്മാർക്ക് വേണ്ടി ജീവൻ കൊടുക്കുന്നവരാ ഇല്ലേ. 30, because he almost died for the work of Christ, risking his life to make up for the help you could not give me. കാരണം അദ്ദേഹം ഏകദേശം മരിച്ചു പോയതാണ്, തൻ്റെ സ്വന്തം പ്രാണനെ അപായപ്പെടുത്തി. ബൈബിളിൽ ഉടനീളം കഥാപാത്രങ്ങളാണ്. അവരെ നമ്മൾ വിളിക്കുന്നത് ബൈബിൾ കഥാപാത്രങ്ങൾ എന്നാണ്. പഴയ നിയമത്തിൽ ആദം മുതൽ ഇങ്ങോട്ട് മലാഖി പ്രവചനം വരെ ചിലർ വളരെ ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്. തലമുറകൾ ഓർത്തിരിക്കുന്ന ബൈബിൾ കഥാപാത്രങ്ങൾ. ഈ ബൈബിൾ കഥാപാത്രങ്ങളാണ് പലപ്പോഴും സൺഡേ സ്കൂളുകളിൽ ഔട്ട്ലൈൻ സ്കെച്ചുകളായി കാർട്ടൂൺ രീതിയിലും അതുപോലെ അനിമേറ്റഡ് വേർഷൻസിലും കോമിക്സ് ആയിട്ടൊക്കെ കഥാപാത്രങ്ങളെ. ഉദാഹരണത്തിന് ദാവീദിനെ ഗോലിയാത്തിനെ അറിയാത്ത ഏത് സൺഡേ സ്കൂൾ കുട്ടികളും, അബ്രഹാമിനെ അറിയാത്ത ആരുണ്ട്? ഇതുപോലെ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള കുറേ പഴയ നിയമ ബൈബിൾ കഥാപാത്രങ്ങൾ ഉണ്ട്, പുതിയ നിയമത്തിലുണ്ട്. അതിൽ ഒരുപക്ഷെ അധികം ആരും അറിയാത്ത ചില കഥാപാത്രങ്ങൾ വളരെ ഇൻഫ്ലുവൻഷ്യലാണ്. ഒത്തിരി പേര് കേട്ടിട്ടില്ല. ഉദാഹരണത്തിന് തിമോത്തിയോസിനെ കുറിച്ച് പിന്നെയും കേട്ടിട്ടുണ്ട്. എപ്പഫ്രോദിത്തോസിനെ കുറിച്ച് എത്ര പേർക്കറിയാം? അതുകൊണ്ട് ഈ ക്യാരക്ടേഴ്സിനെ പരിശുദ്ധാത്മാവ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ അവരിലുള്ള നല്ല പലതും നമുക്ക് കോപ്പി അടിക്കാൻ പറ്റും. എന്ന് വെച്ചാൽ ഫോളോ ചെയ്യാൻ പറ്റും, പകർത്തിയെടുക്കണം. അതിനു വേണ്ടിയാണ് പല കഥാപാത്രങ്ങളെയും പരിശുദ്ധാത്മാവ് ചരിത്രത്തിൽ നിരത്തി നിർത്തിയിരിക്കുന്നത്. ഈ ബ്രദർ എപ്പഫ്രോദിത്തോസിനെ കുറിച്ച് നമുക്കറിയാവുന്നത് എന്തെല്ലാമാണ് പെട്ടെന്ന് ഞാൻ പങ്കുവയ്ക്കാൻ, കുറിച്ച് വെക്കണം. He was a brother delegated by the church of Philippi to visit Paul in prison. ഇദ്ദേഹത്തെയാണ് സഭ ഒന്നടങ്കം തെരഞ്ഞെടുത്തത്. എന്തിനു വേണ്ടി? ജയിലിൽ കിടക്കുന്ന പൗലോസിൻ്റെ അടുക്കലേക്ക് അയക്കാൻ വേണ്ടിയിട്ട്. വെറും വിവരങ്ങൾ മാത്രമല്ല, വാർത്ത മാത്രമല്ല അദ്ദേഹം കൊണ്ടുവരുന്നത്,
പൗലോസിന് അവിടെ വാടകക്കെടുത്ത കൂലിക്കെടുത്ത വീട്ടിലാണ്. വാടക കൊടുക്കണം, തൻ്റെ കാര്യങ്ങൾ നടക്കണം. ഒത്തിരി വിസിറ്റേഴ്സ് ഉണ്ട്, അവർക്കെല്ലാം എന്തെങ്കിലും കൊടുക്കണ്ടേ, വിളമ്പണ്ടേ. അപ്പോൾ അതിന് പറ്റിയ ആളുകളെ നിർത്തണം, സെർവൻസിനെ നിർത്തണം, കുക്ക് ചെയ്യാനുള്ള ആളുകളുണ്ട്. ഇവരെല്ലാം കൂടി ചേർത്ത് മിനിസ്ട്രി മുന്നിലേക്ക് പോകാനുള്ള സപ്പോർട്ടുമായിട്ടാണ് അദ്ദേഹം വരുന്നത്. ഇറ്റ് ഈസ് അണ്ടർസ്റ്റുഡ് ദാറ്റ് ഹി വാസ് എ പബ്ലിക് സെർവൻറ്റ് ആൻഡ് എ ഫെയർലി റിച്ച് മാൻ. ഈ ബ്രദർ എപ്പഫ്രോദിത്തോസ് എന്ന് പറയുന്നത് ജോലിയും പണിയൊന്നും ഇല്ലാതെ തേരാപ്പാര നടന്ന ഒരാളാണ്. നിനക്ക് ജോലിയൊന്നുമില്ല പോ എന്ന് പറഞ്ഞുകൊണ്ട് വിട്ടതല്ല. അദ്ദേഹം ഒരു പബ്ലിക് സെർവൻ്റ് ആയിരുന്നു. എന്ന് വെച്ചാൽ ഗവൺമെൻറ് സർക്കിൾസിൽ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാകുന്നത്. എന്ന് മാത്രമല്ല, ഒരുവിധം സാമ്പത്തിക ശേഷിയുള്ള ആളുമായിരുന്നു ഇദ്ദേഹം. അങ്ങനെ ഒരാളെയാണ് അയച്ചിരിക്കുന്നത്. അത് ഒരു ജോലിയില്ലാതെ ഈച്ച അടിച്ചിരിക്കുന്ന ആൾ, നീ ഒന്ന് പോയിട്ട് വാ പൗലോസിൻ്റെ അടുക്കൽ. അങ്ങനെയല്ല, ഇദ്ദേഹം ഒരു പ്രൊഫൈലുള്ള ആളായിരുന്നു. He was sent by Philippians to deliver the financial gift from the church for his rent and other needs. നേരത്തെ പറഞ്ഞത് തന്നെ, സാമ്പത്തിക സഹായവുമായിട്ട് ഒരു സമ്മാനവുമായിട്ട് അവിടെ നിന്ന് വരികയാണ്, ഗിഫ്റ്റുമായിട്ട് വരികയാണ് പൗലോസിൻ്റെ ആവശ്യങ്ങൾ നിറവേറാൻ. Epaphroditus himself must have put a good amount to the collection. ഈ സഭയിൽ ഇങ്ങനെ കളക്ഷൻ എടുത്ത സമയത്ത്, അപ്പോൾ സഭയിലെ മൂപ്പൻ അനൗൺസ് ചെയ്യുകയാണ്, നമ്മുടെ ഇടയിൽ നിന്നൊരു സഹോദരനെ റോമിൽ ജയിലിലായിരിക്കുന്ന നമ്മുടെ അപ്പസ്തോലനായ പൗലൂസിൻ്റെ അടുക്കിലേക്ക് അയക്കാൻ പോവുകയാണ്. അതുകൊണ്ട് നമുക്കൊരു ഓഫറിങ് എടുക്കണം, അല്ലെങ്കിൽ നമുക്കൊരു കളക്ഷൻ എടുക്കണം. ഇന്ന് നമ്മളെടുക്കും, അടുത്ത ചില ഞായറാഴ്ചകളെടുക്കും. അതെല്ലാം കൂടി ആയി വരുമ്പോൾ നമുക്ക് അദ്ദേഹത്തെ അയക്കാമെന്ന് അവിടുത്തെ ലോക്കൽ ചർച്ചിൻ്റെ എൽഡർ അനൗൺസ്മെൻറ്റ് നടത്തുമ്പോൾ പറയുന്നത് ഇങ്ങനെയാണ്: എപ്പഫ്രോദിത്തോസ് പോലും തൻ്റെ കയ്യിൽ നിന്നൊരു നല്ലൊരു എമൗണ്ട്, കാരണം ഒരല്പം സാമ്പത്തിക ശേഷിയുള്ള ആൾ, ഇതിലേക്കിട്ട് കാണും എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഓൾസോ ഹി മസ്റ്റ് ഹാവ് ടേക്കൺ ഹിസ് ആൻഡ് ഹിസ് കമ്പാനിയൻസ് ഇഫ് ദർ വർ എനി ട്രാവലിംഗ് എക്സ്പെൻസസ്. ഒരുപക്ഷെ അദ്ദേഹം തന്നെ സ്വന്തം പോക്കറ്റിൽ നിന്ന് കാശെടുത്തായിരിക്കാം ഈ ട്രിപ്പ് പ്ലാൻ ചെയ്തത്. താനോ, അന്നത്തെ കാലത്ത് ആരും ഒറ്റയ്ക്ക് യാത്ര ചെയ്യാറില്ല. കാരണം ഇടയ്ക്ക് കൊള്ളക്കാരും കാൽനടയായിട്ടൊക്കെയല്ല ഒത്തിരി പോകുന്നത്. കടൽ കടന്നും നദി കടന്നും മലകളും കുന്നുകളും കയറി ഇറങ്ങിയൊക്കെയല്ലേ പോകുന്നത്. അതുകൊണ്ട് പലപ്പോഴും കൂട്ടങ്ങളായിട്ടാണ് സഞ്ചരിക്കാറ്. അപ്പോൾ അവരുടെ എക്സ്പെൻസൊക്കെ ഒരുപക്ഷെ അദ്ദേഹം തന്നെയായിരിക്കും എടുത്തിരിക്കുന്നത്. ഹി വാസ് ചോസൺ ബൈ ദ ചർച്ച് also because of the legal aspects, because he was in a position they could not deny him to see or stay with Paul. എന്ന് മാത്രമല്ല, ഈ സഹോദരന് അദ്ദേഹത്തിന് ചില നിയമ നടപടികളൊക്കെ ഉണ്ട്. ഇപ്പോൾ ആരെങ്കിലുമൊക്കെ ചെന്ന് ചിലപ്പോൾ അവിടെ പൗലോസിനെ കാണാനൊന്നും പറ്റില്ലായിരിക്കാം, കാരണം തടങ്കലിലായതുകൊണ്ട്. എന്നാൽ ഇദ്ദേഹം ഒരു വലിയ ഡിപ്ലോമാറ്റ് ആയതുകൊണ്ട്, ഹൈ റാങ്കുള്ളൊരു ഒഫീഷ്യൽ ആയതുകൊണ്ട് അദ്ദേഹത്തിന് അവിടെ ചെന്നാലും അദ്ദേഹത്തിന് കാണാനും പിടിക്കാനും ഒക്കെയുള്ള ഒരു ആക്സസ് കിട്ടാൻ സാധ്യതയുണ്ട്. ഫിലിപ്പീൻസ് സെൻറ്റ് ഫൈനാൻഷ്യൽ ഗിഫ്റ്റ്സ് 5 or 6 times like this. 5-6 പ്രാവശ്യമെങ്കിലും ഏറ്റവും കുറഞ്ഞത് പൗലൂസിൻ്റെ അടുക്കലേക്ക് ഇതുപോലെ സാമ്പത്തിക സഹായം ഫിലിപ്പ് സഭ എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ഹി വാസ് സെൻറ്റ് ടു പോൾ ടു ബി ഹിസ് പേഴ്സണൽ സെർവൻറ്റ് ആൻഡ് അറ്റൻഡൻറ്റ്. ഇതിങ്ങനെ ഈ ഫിലിപ്പ് സഭയിൽ നിന്നും ഈ ബ്രദർ എപ്പഫ്രോദിത്തോസിനെ അയച്ചപ്പോൾ അവിടെ നിന്ന് ഒരുപക്ഷെ എന്തെങ്കിലുമൊക്കെ എഴുതിയ കത്ത് കൊണ്ടുവന്ന് കാണും, വിവരങ്ങൾ. കൂടാതെ വലിയൊരു എമൗണ്ട്, കാരണം അപ്പോൾ നമ്മൾ ഈ ഗൂഗിൾ പേ ചെയ്യുന്നത് പോലെ ചെയ്യാവുന്ന പരുവമല്ലല്ലോ. അതുകൊണ്ട് ഒരിക്കൽ വന്ന് ഡെലിവറി ചെയ്തപ്പോൾ ഒരുപക്ഷെ ഇനി മാസങ്ങൾക്ക് ശേഷം ഒരാൾക്ക് വരാൻ പറ്റും. അപ്പോൾ ഈ എമൗണ്ട് വലുതായിരിക്കും. അത്രയും നാൾ തള്ളി നീക്കാൻ ആവശ്യമായ, ചെലവുകൾ മീറ്റ് ചെയ്യാൻ ആവശ്യമായ പണവുമായിട്ടാണ് ഈ വരുന്നത്. അങ്ങനെ വരുമ്പോൾ വന്ന ഉടൻ തന്നെ അവർ എന്ന് വെച്ചാൽ ഈ അയക്കപ്പെടുന്നവർക്ക് തിരിച്ചു പോകാൻ സാധ്യമല്ല. കാരണം അത് കൊടുക്കുന്ന സമയം, ഒത്തിരി സമയം എടുക്കും യാത്ര ചെയ്യാൻ. മാത്രമല്ല, ഏതായാലും വന്നു ചിലപ്പോൾ ചില ആഴ്ചകൾ, മാസങ്ങളൊക്കെ അപ്പസ്തോലനോടുകൂടെ സ്റ്റേ ചെയ്ത് അദ്ദേഹത്തിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റാനും, അദ്ദേഹത്തിൻ്റെ ഡ്രസ്സ് വാഷ് ചെയ്യാനോ കുക്ക് ചെയ്യാനോ അറ്റൻഡൻ്റായിട്ടൊക്കെ കൂടിയാണ് അദ്ദേഹത്തെ അയച്ചത്. അപ്പോൾ കുറച്ച് നാളുകൂടെ ഉണ്ടായിരുന്നു. ഇതിനിടയിലാണ് അദ്ദേഹം രോഗിയായി കിടപ്പിലായത്. ഇൻഫാക്ട് ഹി വാസ് റിസ്കിങ് ഹിസ് ലൈഫ് വിത്ത് എ പ്രിസണർ. Paul had been waiting for the trial and had been on a capital charge.
മാത്രമല്ല അദ്ദേഹം വരുമ്പോൾ ഓർക്കണം, വലിയൊരു ഹൈ ഒഫീഷ്യൽ റാങ്കുള്ളൊരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ്റെ അടുത്തേക്കല്ല അദ്ദേഹത്തെ അയച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് പ്രൊഫൈലുണ്ടെങ്കിലും പൗലോസ് ഇപ്പോൾ കിടക്കുന്നത് ജയിലിലാണ്. ഓക്കെ, അപ്പോൾ അത് വളരെ റിസ്ക്കുള്ള ഒരു യാത്രയാണ്, റിസ്ക്കുള്ളൊരു മിഷനാണെന്നാണ് ഞാൻ ഈ പറയുന്നത്. ഇനി ഈ എപ്പഫ്രോഡൈറ്റിസിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ, എങ്ങനെയുള്ളവനാണെന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് പൗലോസ് ചില കാര്യങ്ങളൊക്കെ തൻ്റെ ഈ കത്തിൽ എഴുതിയിട്ടുണ്ട്. അതിലൊന്ന് മൈ ബ്രദർ, എൻ്റെ സഹോദരനും ഇൻ ക്രൈസ്റ്റ്, ഓഫ് കോഴ്സ് കർത്താവിൽ, ക്രിസ്തുവിൽ എൻ്റെ സഹോദരനും. എൻ്റെ ഓൺ ബ്രദർ എന്ന് പറയുന്നത് തിമോത്തിയോസിനെ കുറിച്ച് പറയുന്ന മകൻ എന്നാണ്, ഇവിടെ പറയുന്നത് സഹോദരൻ എന്നാണ്. മൈ ഫെലോ വർക്കർ എന്ന് പറയുന്നുണ്ട്, എൻ്റെ കൂട്ടുവേലക്കാരനാണ്, സഹപ്രവർത്തകനാണ്. അപ്പോൾ മിനിസ്ട്രിയിൽ അദ്ദേഹം പ്രയോജനപ്പെട്ടിരുന്നു. 2, ഫെലോ സോൾജിയർ, എൻ്റെ സഹഭടനും എന്ന് വെച്ചാൽ ഇൻ റിസ്കിങ് ഹിസ് ലൈഫ്. ഈ ഭടന്മാർ, പട്ടാളത്തിലുള്ള എല്ലാവരും ജീവൻ കൊടുത്തിട്ടില്ലേ പോകുന്നത്, ഏതു നേരം യുദ്ധത്തിൽ മരിക്കാം. ഭാര്യയും മക്കളൊക്കെ വീട്ടിലിരിപ്പുണ്ടെങ്കിലും തിരിച്ചു വരണമെന്നൊന്നുമില്ല. അപ്പോൾ എൻ്റെ സഹഭടനും എന്ന് പറയുമ്പോൾ വിശ്വാസത്തിന് വേണ്ടി, സുവിശേഷത്തിന് വേണ്ടി അദ്ദേഹം ഒത്തിരി പോരാടി. മൈ ഫെലോ സോൾജിയർ. അടുത്തത് യുവർ മെസ്സഞ്ചർ, അദ്ദേഹം നിങ്ങളുടെ ഒരു ദൂതുവാഹിയുമാണ്. അവിടെ നിങ്ങളുടെ ദൂതുമായിട്ടാണ് വന്നത്. വൺ സെൻറ്റ് ഔട്ട് ഓൺ എൻ എറണ്ട്, കാരണം ഒരു യാത്രയ്ക്ക് വേണ്ടി അയക്കപ്പെട്ടവനാണ്. മാത്രമല്ല ഹി വാസ് ദ സെർവൻ്റ് ഓഫ് പോൾ, പൗലോസിനെ ശുശ്രൂഷിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. എന്ന് വെച്ചാൽ എന്തെല്ലാം ചെയ്തു കൊടുക്കാം അതെല്ലാം അദ്ദേഹം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപക്ഷെ ക്ലോത്ത്സ് വാഷ് ചെയ്യുന്നതായിരിക്കാം, കുക്കിംഗ് ആയിരിക്കാം, അല്ലെങ്കിൽ തനിക്ക് എപ്പോഴും, ഞാൻ എൻ്റെ ഇതിൽ പറയുകയാണ്, ഒത്തിരി കല്ലേറും, 5 പ്രാവശ്യം 40 - 1 39 അടി കൊണ്ടവനാണ്. പട്ടിണി, പൈതാഹം, ഇതിലൂടെ എല്ലാം പോയി തൻ്റെ ശരീരം കംപ്ലീറ്റ്ലി ബാറ്റേഡ് ആൻഡ് ഷാറ്റേഡ് എന്ന പരുവത്തിലാണ്. ഒരുപക്ഷെ അതിലും ടേക്ക് കെയർ ചെയ്യാൻ ലൂക്കോസ് അവിടെ ഡോക്ടറായിട്ടുണ്ട്, എങ്കിലും പലപ്പോഴും ഇൻറ്റേൺ ഇദ്ദേഹമൊക്കെ ഒത്തിരി തൻ്റെ ശരീരത്തെ മസാജ് ചെയ്ത് കൊടുക്കാനൊക്കെ ഹെൽപ്പ് ചെയ്ത് കാണും. 26-ാമത്തെ വചനത്തിൽ ഫോർ ഹീ ലോങ്സ് ഫോർ ഓൾ ഓഫ് യു ആൻഡ് ഹി ഈസ് ഡിസ്ട്രെസ്ഡ് ബിക്കോസ് യു ഹേർഡ് ഹി വാസ് ഇൽ. ഇൻഡീഡ് ഹി വാസ് ഇൽ ആൻഡ് ഓൾമോസ്റ്റ് ഡൈഡ്. ഇനി നിങ്ങൾ കേട്ടതുപോലെ പെട്ടെന്ന് അവൻ രോഗിയായി. ഒരുപക്ഷെ ഇത്രയും ദീർഘമായ യാത്ര മാത്രമല്ല, യാത്രയുടെ ഇടയിൽ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ അല്ലേ വെള്ളം കുടിക്കുന്നതും ഭക്ഷണം കഴിക്കുന്നതും. ചില വെള്ളം നല്ലതായിരിക്കണം എന്നില്ല, കണ്ടാമിനേറ്റഡ് വാട്ടർ ആയിരിക്കാം, അതിലൂടെ രോഗം വരാം. റോമൻ ഫീവർ ആയിരുന്നിരിക്കാം, ഒരു പകർച്ചവ്യാധി ആയിരുന്നിരിക്കാം, ഓൾമോസ്റ്റ് മരിച്ചു. അതുപോലെ അദ്ദേഹം ആയിത്തീർന്നിരുന്നു. 1944 ഈ 2ാം ലോക മഹായുദ്ധം നടക്കുന്ന സമയത്ത് യുദ്ധരംഗത്ത് ചില സ്പൈസ് വർക്ക് ചെയ്തിരുന്നു. യുദ്ധത്തിൽ നിർണായകമായ ലൈഫ് ചേഞ്ചിങ് ആയിട്ടുള്ള ചില ന്യൂസുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകണം. ഇന്ന് പല കോഡ് ഉപയോഗിക്കുന്ന പലതുമുണ്ട്, പല രീതിയിൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഉണ്ട്. അന്ന് ഇതൊന്നും ഇല്ലാത്ത കാലത്ത് നേരെ തന്നെ കാൽനടയായി തന്നെ പോയി വേണം കാര്യങ്ങൾ പറയാൻ. അപ്പം അന്ന് ഈ നാസി ഓക്യുപ്പൈഡ് ഫ്രാൻസിലൊക്കെ പല നെറ്റ്വർക്കുകളും നടക്കുമ്പോൾ ന്യൂസ് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ചില പട്ടാളക്കാർ, ചില ക്യൂരിയേഴ്സ്, അവർ ചെയ്തുകൊണ്ടിരുന്നത് ഇട്ടിരിക്കുന്ന ഷൂസിൻ്റെ സോളിലേക്ക് ചില വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നോട്ട്സ് കുറിച്ച് മെസ്സേജുകൾ എഴുതി അത് സൂചിയും നൂലും ഉപയോഗിച്ച് സോളിൽ തയ്ച്ച് പിടിപ്പിച്ചിട്ട് അത് ഇട്ടുകൊണ്ടാണ് അനേക മൈലുകൾ കാട്ടിലൂടെയും ഒക്കെ യാത്ര ചെയ്ത് ഇന്ന സ്ഥലത്ത് കൊണ്ടുപോയി ഈ മെസ്സേജ് കൊടുക്കുന്നത്. അതിനുവേണ്ടി അവർ ചെയ്ത പരിപാടി, അവരുടെ പ്രാണൻ, അവരുടെ ജീവൻ അവർ റിസ്ക് ചെയ്തു. ഈ ഒരു കോണ്ടെക്സ്റ്റിലാണ് പൗലോസ് ഇതെഴുതുന്നത്. ഗോഡ് എൻറ്റേഴ്സ് ബിഗ് മിഷൻസ് ടു റിലയബിൾ ഹാർട്ട്സ്. വളരെ വലിയ ചില ദൗത്യങ്ങൾ ദൈവം ഏൽപ്പിക്കുന്നത് ആരെയാണ്? വിശ്വസിക്കാവുന്ന ഹൃദയങ്ങളെയാണ്, വിശ്വസിക്കാവുന്ന ഇതുപോലുള്ള ചില ക്യാരക്ടേഴ്സിനെയാണ്.
ഇവിടെ ഒരു വലിയ ചോദ്യചിഹ്നമുണ്ട്. അതിനെ വിളിക്കുന്നത് നോ ആൻസർ ക്വസ്റ്റ്യൻ എന്നാണ്. ഉത്തരമില്ലാത്തൊരു ചോദ്യം. എന്താണത്? എപ്പഫ്രോഡൈറ്റിസ്, ഹി ഫെൽ ഇൽ ആൻഡ് ഓൾമോസ്റ്റ് ഡൈഡ്. ഈ അഭിഷിക്തൻ, ഈ ദൈവദാസൻ, സ്വന്തം ജീവൻ കർത്താവിന് വേണ്ടി കൊടുത്തവൻ, അവൻ രോഗിയായി. ഓർക്കണം, പോൾ വാസ് എ ഗ്രേറ്റ് ഹീലിംഗ് മിനിസ്റ്റർ. പൗലോസ് ആരാ? തന്നിലൂടെ നടന്ന മിറക്കിൾസ്, മരിച്ചവരെ വരെ ഉയർപ്പിച്ചയാളാണ് പൗലോസ്. തന്നിലൂടെ എത്രയോ പേർക്ക് സൗഖ്യം കിട്ടി. God had done mighty healing miracles through him. Paul had even raised the dead, but he could not do instant healing here. എന്നാൽ ഈ മരിക്കത്തക്ക രീതിയിൽ കിടക്കുന്ന എപ്പഫ്രോഡൈറ്റിസിനെ ആ രോഗത്തെ തടയാനോ, ആ രോഗത്തിൽ നിന്ന് കൈവച്ച് പെട്ടെന്നൊരു സൗഖ്യം കൊണ്ടുവരാനോ, മരണത്തിൽ നിന്ന് പെട്ടെന്ന് രക്ഷിക്കാനോ ഒരു അത്ഭുതം അവിടെ നടന്നില്ല. ഒരത്ഭുതം അവിടെ നടന്നില്ല. Why is the question? എന്തുകൊണ്ട് നടന്നില്ല? We just don't have any satisfactory answer. അതിനെന്താ മറുപടി പറയാ? ഒന്നും നമുക്ക് പറയാനില്ല. അങ്ങനെയുള്ള കുറേയധികം ഫാക്ടേഴ്സ് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ കാണും. ഇത്ര വലിയ, എങ്ങനെയാണ് പറയാം, ഇത്ര വലിയ ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നതെങ്കിലും, രോഗസൗഖ്യ ശുശ്രൂഷ അത്ഭുതങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ചില സാഹചര്യങ്ങൾ, ചിലരുടെ കേസിൽ അത് വൈകും. എപ്പഫ്രോദിത്തോസ് സൗഖ്യമായി, പക്ഷെ ഒരു പക്ഷേ ഗ്രാജുവലായിട്ടായിരിക്കാം, നോർമലായിട്ടായിരിക്കും, ഒരു മിറാക്കിൾ സൗഖ്യം അവിടെ നടക്കുന്നില്ല. ബ്രദർ DJS ദിനകരൻ ജീവിച്ചിരുന്ന കാലത്ത് മിക്കപ്പോഴും അദ്ദേഹം രോഗിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ലിവറിന് കിഡ്നികൾക്ക് പ്രശ്നമുണ്ടായിരുന്നു, ലിവറിന് എന്തോ പ്രശ്നമുണ്ടായിരുന്നു, ഹാർട്ടിന് പ്രശ്നമുണ്ടായിരുന്നു, കാൽമുട്ടുകൾക്ക് പ്രശ്നമുണ്ടായിരുന്നു, ആർത്രൈറ്റിസ് പോലുള്ളതുണ്ടായിരുന്നു, ഒത്തിരി. എന്നാൽ അദ്ദേഹത്തിലൂടെ 10,000-കണക്കിന് രോഗികൾ സൗഖ്യമായി, മിറക്കിൾസ് നടന്നു. പക്ഷെ തൻ്റെ ലൈഫിൽ ഒരു വിടുതൽ കണ്ടില്ല. വൈ? ദർ ഇസ് നോ ആൻസർ. നമ്മളതൊക്കെ പറയുമെങ്കിലും തൃപ്തികരമായൊരു ഉത്തരം നമുക്കില്ല. അപ്പം അങ്ങനെയുള്ള തൃപ്തികരമായ ഉത്തരം ലഭിക്കാത്ത സാഹചര്യങ്ങളിലൂടെ നമ്മളേവരും പോകേണ്ടതുണ്ട്. അവിടെയാണ് പൗലോസ് പറയുന്നത്, ഞങ്ങൾ കാഴ്ചയാലല്ല വിശ്വാസത്താൽ അത്രേ നടക്കുന്നത്. ഇതിന് വിടുതൽ കിട്ടിയാലും ഇല്ലേലും ഞങ്ങൾ ദൈവത്തെ വിട്ടു പോകുകയില്ല. ദാനിയേലും കൂട്ടരൊക്കെ അതല്ല ചെയ്തത്. എന്ന് വെച്ചാൽ ശദ്രക്, മേശക്, അബേദ്നെഗോ ഇവരൊക്കെ മുമ്പിൽ രാജാവിൻ്റെ വിഗ്രഹത്തെ നമസ്കരിക്കണമെന്നൊക്കെയുള്ള കൽപ്പന വന്ന സമയത്ത് അവർ പറഞ്ഞു, ദൈവം ഞങ്ങളെ ഈ തീച്ചൂളയിൽ നിന്ന് വിടുവിച്ചാലും ഇല്ലേലും ഞങ്ങൾ രാജാവിൻ്റെ ബിംബത്തെ ആരാധിക്കാൻ പോകുന്നില്ല, ഞങ്ങൾ സത്യദൈവത്തെ മാത്രമേ വിളിക്കൂ. ഈ എപ്പഫ്രോദിത്തോസിന് ഇത്രയും വലിയ പ്രയാസങ്ങളിലൂടെ പോകാൻ കാരണം, ഈ ഫിലിപ്പ്യ എന്ന് പറയുന്നത് റോമിൽ നിന്ന്, പൗലോസ് കിടക്കുന്ന സ്ഥലത്ത് നിന്ന് ഫിലിപ്പ്യ സഭ ഇരിക്കുന്നത് ഏകദേശം 1300 കിലോമീറ്റർ അപ്പുറത്താണ്. ഇതൊരു റോമൻ കോളനിയാണ് താനും. ഫിലിപ്പ്യ എന്ന് പറയുന്നത് റോമൻ കോളനിയാണ്. കുറഞ്ഞത് 1 മാസമെങ്കിലും എടുത്ത് കാണും അദ്ദേഹം ട്രാവൽ ചെയ്ത് ഇവിടെ എത്താൻ. കൂടെ ചിലരുണ്ടായിരിക്കാം. പറഞ്ഞതുപോലെ റൂട്ട് പറയുന്നത് ഇങ്ങനെയാണ് പോസിബിലിറ്റീസ്. ഗ്രീസിൽ നിന്നും അൽബേനിയയിലെത്തി, അവിടെ നിന്നും ആഡ്രിയാറ്റിക് സീ ക്രോസ് ചെയ്ത് ഇറ്റലിയിലെത്തി, ഇറ്റലിയിൽ നിന്ന് അങ്ങനെ വേണം റോമിലെത്താൻ. അതൊരു വഴി. ഫെറി ഉണ്ടായിരുന്നില്ലെങ്കിൽ ഈ സമയത്ത് കടത്തുവഞ്ചി പോലെ അല്ലെങ്കിൽ കടക്കാവുന്ന ഫെറി ബോട്ടുകളോ ഷിപ്പുകളോ ഇല്ലാതിരുന്നൊരു സാഹചര്യമാണെങ്കിൽ ഹി ഹാഡ് ടു ട്രാവൽ എറൗണ്ട്, ഒത്തിരി ചുറ്റിക്കറങ്ങി വേണം പോകാൻ. ഹി ഹാഡ് ടു ട്രാവൽ എറൗണ്ട് ആൻഡ് അപ്രോച്ച് ത്രൂ ദി ലാൻഡ് റൂട്ട് that comes to Croatia and Slovenia and approach Italy. കടക്കാതെ അല്ലെങ്കിൽ വെള്ളത്തിൽ കൂടി ക്രോസ് ചെയ്യാതെ പോവുകയാണെങ്കിൽ ഒത്തിരി കരമാർഗം ചുറ്റി ക്രൊയേഷ്യ വഴി, സ്ലൊവേനിയ വഴി ഇറ്റലിയിലെത്തണം. മാത്രമല്ല നമ്മൾ ഓർക്കേണ്ടത്, താൻ കാശുണ്ട് കയ്യിൽ. അക്കാലത്ത് ഇങ്ങനെയുള്ള കൂട്ടങ്ങളൊക്കെ, ഇങ്ങനെ പോകുന്നവരൊക്കെ കൊള്ളക്കാർ ആക്രമിച്ചവരുടെ കയ്യിലുള്ളതെല്ലാം കവർന്നു കളയും. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് നല്ല ശമരിയക്കാരൻ്റെ ഉപമ. ഒരാൾ ജെറുസലേമിൽ നിന്ന് ജെറീക്കോയിലേക്ക് പോകുന്ന വഴിക്കാണ് കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടത്. അങ്ങനെയുള്ള കള്ളന്മാർ ഒത്തിരി വഴികളിലുണ്ടായിരുന്നു.
അതുകൊണ്ട് പലപ്പോഴും അദ്ദേഹം ഒരാളായിട്ടായിരിക്കില്ല സഞ്ചരിച്ചത്, പലർ ചേർന്നായിരിക്കണം. കൂട്ടങ്ങളായിട്ട് പോകുമ്പോൾ അറ്റാക്ക് ചെയ്യാൻ അമാന്തിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഇതുപോലുള്ള പൗലോസിൻ്റെ 2 ശിഷ്യന്മാരെയാണ് കാണുന്നത്, ഒന്നൊന്നിനും മെച്ചെന്നതുപോലെ. ഇവർ 2 പേർ, ഞാൻ പറഞ്ഞല്ലോ, ഏതൊരു പ്രസ്ഥാനത്തിൻ്റെയും ഏതൊരു സംഘടനയുടെയും ബിസിനസ് സ്ഥാപനത്തിൻ്റെയും ഒക്കെ കരുത്തെന്ന് പറയുന്നത് ലൈക്ക് മൈൻഡായിട്ടുള്ള, സാക്രിഫിഷ്യലായിട്ടുള്ള പാർട്ട്നേഴ്സാണ്. പൗലോസിന് അങ്ങനെയുള്ള ചിലരെ ദൈവം കൊടുത്തു. നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ? എൻ്റെ ജീവിതത്തിലുണ്ടോ? അങ്ങനെയുള്ളവരെ നമ്മൾ പണിതെടുക്കണ്ടേ? നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ജനങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. ദൈവികമായ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഈ വചനങ്ങളിലൂടെ ഇതിനനുസരിച്ച് പാകപ്പെടാൻ എല്ലാവരെയും സഹായിക്കണേ. രോഗികളിപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഞാനിപ്പോൾ അവരുടെ മേലിൽ ഒരു വലിയ കൃപ, ഒരു ഫ്ലോ ഞാനിപ്പോൾ റിലീസ് ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പാൾപിറ്റേഷനുള്ള നെഞ്ചെടുപ്പിങ്ങനെ കൂടി വരുന്ന ചിലരെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കിയ, ഡയറിയ പോലെ, ലൂസ് മോഷൻ പോലെ, പെട്ടെന്ന് തീരുന്നില്ല, നീണ്ടു നിൽക്കുന്ന രീതിയിലുള്ളത് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമായിട്ട് 2 കൈകൾ നീട്ടിപ്പിടിക്കുക. കർത്താവേ, ഇപ്പോൾ ഏത് രോഗമാണെങ്കിലും ഒരു സൗഖ്യമുണ്ടാകട്ടെ. ആമേൻ. കർത്താവ് ഒത്തിരി അനുഗ്രഹിക്കട്ടെ. സീ ടുമോറോ.